ടാൻസാനിയൻ ഇൻഫ്ലുവൻസറായ കിലി പോൾ ലിപ്സിംഗ് വീഡിയോകളിലൂടെയാണ് ലോകശ്രദ്ധ നേടിയത്. ഇന്ത്യൻ ഭാഷകളിലെ വിവിധ ഗാനങ്ങൾക്ക് കിലി ലിപ്സിംഗ് വീഡിയോകൾ പുറത്തിറക്കിയിരുന്നു. ഇവയിൽ മലയാളം ഗാനങ്ങളുടെയും സിനിമാ രംഗങ്ങളുടെയും വീഡിയോകളാണ് ഏറെ ശ്രദ്ധ നേടിയത്. യൂസഫ് പോൾ കിംസേര എന്നാണ് കിലി പോളിൻ്റെ യഥാർത്ഥ പേര്. സഹോദരി നീമ പോളും അദ്ദേഹത്തിനോടൊപ്പം ലിപ്സിംഗ് വീഡിയോകൾ ചെയ്തുകൊണ്ട് ലോകതലത്തിൽ തന്നെ പ്രശസ്തരാണ് രണ്ടുപേരും. മലയാളം വീഡിയോകളിലൂടെയാണ് പണ്ട് നാടുവിട്ടുപോയ ഉണ്ണിയേട്ടൻ എന്ന വിശേഷണം ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പിന്നീട് ഉണ്ണിയേട്ടൻ എന്ന പേരിൽ തന്നെ മലയാളികൾക്കിടയിൽ കിലി അറിയപ്പെടാൻ തുടങ്ങി. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ മാത്രം 10.4 മില്യൺ ആളുകളാണ് കിലിയെ ഫോളോ ചെയ്യുന്നത്. മാസായി വാര്യർ എന്ന് പേരിട്ടിരിക്കുന്ന കിലി പോളിൻ്റെ ജീവിത ചിത്രം സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ്. ഇന്നസെൻ്റ് എന്ന ചിത്രത്തിന് ശേഷം സതീഷ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. കിലി പോൾ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ കൂടിയാണ് ഇന്നസെൻ്റ്. ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന മാസായി വാര്യറിൽ കിലി പോൾ തന്നെയാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. കിലിയുടെ ജന്മസ്ഥലമായ ടാൻസാനിയയിൽ തന്നെയാണ് സിനിമ ചിത്രീകരിക്കുന്നത്. മലയാളത്തിന് പുറമെ മാസായി ഇംഗ്ലീഷ്, സ്പാനിഷ്, ജർമ്മൻ, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക്, ബംഗാളി, പഞ്ചാബി തുടങ്ങി 25-ലധികം ഭാഷകളിലാണ് ചിത്രം ഒരുക്കുന്നത്. ലിപ്സിംഗ് വീഡിയോകളിലൂടെ ലോകശ്രദ്ധ നേടിയ ടാൻസാനിയൻ താരം മലയാളം പാട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിരിക്കുകയാണ്. നിരവധി മലയാളി ആരാധകരും താരത്തിനുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം താൻ അഭിനയിക്കുന്ന ഇന്നസെൻ്റ് എന്ന മലയാള ചിത്രത്തിൻ്റെ ടൈറ്റിൽ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനായി താരം കൊച്ചിയിൽ എത്തിയിരുന്നു. ഒരു ടാൻസാനിയൻ സിനിമാറ്റിക് യാത്ര എന്ന ടാഗ്ലൈനിൽ എത്തുന്ന പോസ്റ്റർ അണിയറക്കാർ പുറത്തിറക്കുകയും ചെയ്തു. അതേസമയം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള നടി ശോഭനയാണെന്നും കിലി പറഞ്ഞു. മോഹൻലാൽ, മമ്മൂട്ടി, ഉണ്ണി മുകുന്ദൻ, ഫഹദ് ഫാസിൽ എന്നിവരെയും ഇഷ്ടമാണെന്നും കിലി വ്യക്തമാക്കി. ചടങ്ങിൽ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ആരു പറഞ്ഞു എന്ന പാട്ടും അദ്ദേഹം പാടുകയുണ്ടായി. പാടി പ്രേക്ഷകരുടെ കയ്യടിയും നേടി. ഒടുവിലായി തൻ്റെ ഒരു ആഗ്രഹം കിലി പോൾ തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. നല്ലൊരു മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണമെന്നും കേരളത്തിൽ തന്നെ കൂടണമെന്നുമാണ് തൻ്റെ താല്പര്യമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. താരത്തിനൊപ്പം സെൽഫി പകർത്താനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് തടിച്ചുകൂടിയത്. ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവർക്കുമൊപ്പം ചിത്രമെടുത്താണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ മടങ്ങിയത്. നിരവധി ആളുകളാണ് ലുലു മാളിൽ നടന്ന സിനിമയുടെ ടൈറ്റിൽ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കിളിയെ കാണാനായി എത്തിച്ചേർന്നത്. തന്നെ കാണാൻ ഇത്രയധികം ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്നും അറിയിച്ച ശേഷമായിരുന്നു മലയാളികളുടെ, അതായത് ഉണ്ണിയേട്ടൻ്റെ, കിലി പോളിൻ്റെ മടക്കം.